ഹായ് ഓൾ. നമ്മളപ്പോൾ നോക്കാൻ പോകുന്ന 2022 നടന്ന ഒരു ടൈപ്പിസ്റ്റിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് നോക്കുന്നത്. കാറ്റഗറി നമ്പർ 012/2021 കാറ്റഗറി നമ്പറിലെ 2022 നടന്ന എക്സാമാണ്. LD ടൈപ്പിസ്റ്റ്, അതേപോലെ ടൈപ്പിസ്റ്റ് ക്ലർക്ക്, അത് +2 ലെവൽ മെയിൻ എക്സാമിനേഷൻ ആയിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, എക്സ്പാൻഷൻ ഓഫ് WEF. എക്സ്പാൻഷൻ ഓഫ് WEF എന്താണ്? WEFൻ്റെ എക്സ്പാൻഷൻ. ഓപ്ഷൻ 1 വിത്ത് എഫക്റ്റ് ഫോർ, 2 വിത്ത് എഫക്റ്റീവ് ഫ്രം, 3 വിത്ത് എഫക്റ്റ് ഫ്രം, 4 വിത്ത് എഫക്റ്റീവ് ഫോർ. അതിൽ സബ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എ 1 ഒളി, ബി 3 ഒളി, സി 4 ഒളി, ഡി 2 ഒളി. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 3 ഒളിയാണ്. എന്താണ്? വിത്ത് എഫക്റ്റീവ് ഫ്രം ആണ്. വിത്ത് എഫക്റ്റീവ് ഫ്രം ആണ് WEFൻ്റെ എക്സ്പാൻഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഈസ് ഫൗണ്ട് ഓൺ ഡാഷ് സൈഡ് ഓഫ് ദ ടൈപ്പ്റൈറ്റർ. റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഈസ് ഫൗണ്ട് ഓൺ ഡാഷ് സൈഡ് ഓഫ് ടൈപ്പ്റൈറ്റർ. അപ്പം റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ എവിടെയാണ് കാണപ്പെടുന്നത്? ടൈപ്പ് റൈറ്ററിൻ്റെ ഏത് സൈഡിലാണ് കാണപ്പെടുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കീബോർഡ്, 2 റൈറ്റ് സൈഡ് ഓഫ് ദ കീബോർഡ്, 3 ലെഫ്റ്റ് സൈഡ് ഓഫ് ദ തമ്പ് വീൽ, 4 നൺ ഓഫ് ദീസ്. അതിൽ സബ് ഓപ്ഷൻ എ എന്ന് പറയുന്ന 4 ഒളി, ബി 1 ഒളി, സി 2 ഒളി, ഡി 3 ഒളി. എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 2 ഒളി. ഏതാണ്? റൈറ്റ് സൈഡ് ഓഫ് ദ കീബോർഡിലാണ് എന്താണ് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണുന്നത്. റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണുന്നത് റൈറ്റ് സൈഡ് ഓഫ് ദ കീബോർഡ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ വിച്ച് പാർട്ട് ഓഫ് ദ ടൈപ്പ് റൈറ്റർ ഡു ദ റിജിഡ് ഡോഗ് ആൻഡ് ലൂസ് ഡോഗ് ആക്ട്. അപ്പം നമ്മുടെ ടൈപ്പ് റൈറ്ററിൻ്റെ പാർട്ടായ റിജിഡ് ഡോഗും ലൂസ് ഡോഗും ഇവിടെ ആക്ട് ചെയ്യുന്നത് ഏത് പാർട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. 1 എസ്കേപ്പ്മെൻറ്റ് വീല്, 2 പീനിയൻ വീല്, 3 തമ്പ് വീല്, 4 നൺ ഓഫ് ദി എബോവ്. അതിൽ സബ് ഓപ്ഷൻ എ 1 ഒളി, ബി 4 ഒളി, സി 3 ഒളി, ഡി 2 ഒളി. അപ്പം എവിടെയാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ എസ്കേപ്പ്മെൻറ്റ് വീല്. എസ്കേപ്പ്മെൻറ്റ് വീല് എന്താണെന്ന് അറിയാലോ? അത് നമുക്ക് ഡയറക്റ്റായിട്ട് കാണാൻ കഴിയില്ല. ടൈപ്പ് റൈറ്ററിൻ്റെ ഉള്ളിലായിട്ടുള്ള ആ ഒരു ഇങ്ങനെ എന്താ പറയുക, ആ മുള്ളു പോലെയുള്ള ആ ഒരു ഇതിനെയാണ് എസ്കേപ്പ്മെൻറ്റ് വീല് എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാനൊരു ഫോട്ടോയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. എന്തായാലും ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്ന എല്ലാവർക്കും ഇത് അറിയാവുന്നതാണ്. എങ്കിലും ഇനി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ അറിയില്ലാത്തവർക്ക് വേണ്ടി ഇടുന്നതേ ഉള്ളൂ. ഇതാണ് എസ്കേപ്പ്മെൻറ്റ് വീല് എന്ന് പറയുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഡ്രസ് ഇൻ ഒഫീഷ്യൽ ലെറ്റേഴ്സ് ആർ ടൈപ്ഡ് ഇൻ ഡാഷ് സ്പേസിങ്. അതായത് ഒഫീഷ്യൽ ലെറ്റർ എഴുതുമ്പോൾ അഡ്രസ്സിൽ എത്ര സ്പേസ് വിടണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 ട്രിപ്പിൾ, 2 ഡബിൾ, 3 സിംഗിൾ, 4 1.5 സ്പേസ്. അതിൽ സബ് ഓപ്ഷൻ എ 2 ഒളി, ബി 4 ഒളി, സി 1 ഒളി, ഡി 3 ഒളി. എൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 3 ഒളി. അതായത് സിംഗിൾ സ്പേസ് മതി. ഒഫീഷ്യൽ ലെറ്ററിൽ അഡ്രസ്സിൽ സിംഗിൾ സ്പേസ് മതി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് കീബോർഡ് ടെൻഷൻ. അതായത് ഈ പറയുന്നതിൽ കീബോർഡ് ടെൻഷൻ ഇൻക്രീസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. വേരിയബിൾ ലൈൻ സ്പേസ്, 2 ഡിറ്റൻ റിലീസ് ലിവർ, 3 റാച്ചറ്റ് വീൽ, 4 ടച്ച് റെഗുലേറ്റർ. സബ് ഓപ്ഷൻ എ 4 ഒളി, ബി 2 ഒളി, സി 3 ഒളി, ഡി 1 ഒളി. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 4 ഒളി ആണ്. എന്താണ്? ടച്ച് റെഗുലേറ്റർ. ടച്ച് റെഗുലേറ്ററിലാണ് കീബോർഡ് ടെൻഷൻ ഇൻക്രീസ് ആകുമ്പോൾ ടച്ച് റെഗുലേറ്ററിലാണ് ഒരു ചേഞ്ച് വരിക. അതായത് നമ്മൾ കീ ഒക്കെ പ്രസ് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടും. നമുക്ക് സ്പീഡൊക്കെ കുറയാനായിട്ട് കാരണമാകും. അതേപോലെ തന്നെ അതിൻ്റെ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ടിലൊക്കെ നല്ല വേരിയേഷൻ വരും. അങ്ങനെയുള്ള കുറേ കാരണങ്ങളായിരിക്കും എന്താ പറയുക കീബോർഡ് ടെൻഷൻ ഇൻക്രീസ് ആകുമ്പോൾ സംഭവിക്കുന്നത്.
അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റോമൻ ന്യൂമറൽ ടു റിപ്രസെൻറ്റ് 70 ഈസ്. അതായത് 17ൽ റോമൻ ന്യൂമറൽ എങ്ങനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ 4ാമത്തെ സെറ്റ് വീഡിയോ ആണ് ചെയ്തത്. അതായത് 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും ഇതേപോലെ 17ൻ്റെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക. അതിൽ കുറേ നമ്പേഴ്സിന് ഇതേപോലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇത് പഠിപ്പിച്ച് ഇതേ റിപ്പീറ്റഡ് തന്നെയാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ 1 LX എന്ന് പറയുന്നത്, 2 LXXX, 3 LXX, 4 XL. അപ്പോൾ ഈ XX എന്ന് പറയുന്നത് എന്താണ്? റോമൻ ലെറ്റേഴ്സ് ആണ്. ഞാനത് വായിച്ചപ്പോൾ അങ്ങനെ വായിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം സബ് ഓപ്ഷൻ നോക്കാം. A 2 only, B 1 only, C 4 only, D 3 only. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D 3 only ആണ്. 3 only ആണ് 17ൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വെറും LX എന്ന് പറയുന്നത് 60 ആണ്, 60. രണ്ടാമത്തെ ഓപ്ഷൻ LXXX, അത് 80 ആണ് കേട്ടോ, 80. ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ 70, ഒന്നാമത്തെ 60, രണ്ടാമത്തെ 80 ആണ്. നാലാമത്തെ XL, അത് 40 ആണ്, 40. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, നോട്ട് ചെയ്യുക. ഇതിലേതിലൊക്കെ ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് അടിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ LGS on the envelope of an official letter is found on. എവിടെയാണ് ഒഫീഷ്യൽ ലെറ്ററിൽ എൻവലപ്പിൽ LGS എന്ന് പറയുന്നത് എവിടെയായിട്ടായിരിക്കും ഫൗണ്ട് ചെയ്യുക? ഓപ്ഷൻ നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ടോപ്പ് റൈറ്റ്, 2 ടോപ്പ് ലെഫ്റ്റ്, 3 ടോപ്പ് സെൻറ്റർ, 4 ബോട്ടം റൈറ്റ്. സബ് ഓപ്ഷൻ A 2 only, B 3 only, C 4 only, D 1 only. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ B 3 only. അതായത് ടോപ്പ് സെൻറ്ററിലാണ് ഓൺ LGS എന്ന് കാണാറുള്ളത്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതൊക്കെ അറിയാവുന്നതായിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം ഇതിൻ്റെ ബാലൻസ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കറണ്ട് അഫെയർസ് വേണ്ടവർ ജസ്റ്റ് ഒന്ന് ടെലഗ്രാമിൽ ജോയിൻ ചെയ്തോളൂ. അതിൽ കറണ്ട് അഫെയർസ് ഇടാറുണ്ട്.